ഹലോ ഓൾ, ഇന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാ ഒരു ടോപ്പോ ഇല്ലെങ്കിൽ ഒരു ഫ്രോക്കോ എന്ത് തയ്ച്ചാലും നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം മടക്കി വെക്കാൻ. അതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാം. ആൻഡ് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തീസോ ഫ്രോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ മീതെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ആ മാർക്സിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ബാക്കി പീസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ താഴത്ത് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതൊരു 4 പീസ് ഓഫ് ക്ലോത്ത്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഫ്രില്ല് വെക്കാനായിട്ട് അളവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നീളം വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ആൻഡ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്താണ് താഴത്ത് പിടിപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയിലേക്ക് ലൈനിങ് വെക്കണം. ലൈനിങ് വെച്ചിട്ടത് മടക്കിയെടുക്കണം, മറിച്ചടിക്കണം. കണ്ട, ഇതേപോലെ ഏതെങ്കിലും ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക. നമ്മുടെ നല്ല മെയിൻ മെറ്റീരിയലിൻ്റെ മീതെ വെച്ചിട്ട് ആ ലൈൻസിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ദെൻ അത് മറിച്ചെടുക്കുക. ഇതേപോലെ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചെടുത്താൽ മതി. നമ്മൾ ഇതേപോലെ തയ്ച്ച് മറിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്ത പീസാണ്. അപ്പോൾ 2 പീസും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്താൽ മതി. സ്ലീവ്സ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്ക് കുറച്ച് കയറിയിട്ടും ബാക്കിലെ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 4 പീസ് ക്ലോത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രോക്കിൻ്റെ താഴെ ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെടുക്കുക. അത് ഓരോന്നായിട്ട് ഫ്രില്ലാക്കി അടിച്ചെടുക്കുക. നമ്മൾ 2 തട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 തട്ടായിട്ട് അടിച്ച ആ ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് ആ ഫ്രിൽസ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡൗൺ പോർഷനിലാണ് ഫ്രോക്കിൻ്റെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നേരെ താഴത്ത് അളവെടുക്കുക. എവിടെ മുതലാണോ നമുക്ക് ആ ഒരു ഫ്രിൽസ് വേണ്ടത് അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ അളവിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മുടെ മെഷർമെൻറ്റ്സ് എടുക്കുക, കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കുക, മാർക്ക് ചെയ്യുക. ആൻഡ് ആ ഒരു മാർക്കിലൂടെ നമ്മൾ അടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പോർഷൻസൊക്കെ, ബാക്കി സൈഡിൽ ഷേപ്പ് ചെയ്തതിന് ശേഷം വന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് കളയുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. വെരി സിമ്പിളായിട്ടുള്ള സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സിന് വരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്സ് മാത്രം അറിയാവുന്നവർക്ക് പോലും സിമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.